അദ്ദേഹത്തെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഹോസ്റ്റൽ വരണോ സാർ? അകത്താണ്. സാർ അയാൾ റിക്വസ്റ്റ് ചെയ്യുന്ന വെച്ചിട്ട് സാറിന് താല്പര്യം ഉണ്ടായി കണ്ടാൽ മതി. ആർക്കും പരാതിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ പോലീസ് എന്ത് ചെയ്യാന്? What a small world, and here we meet again. Indeed. പണ്ട് എച്ചോടി പറഞ്ഞതുപോലെ നീ പിന്നീട് ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ കത്തിവെച്ചിട്ടില്ല. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റി പ്രശസ്തനായ ഫോറൻസിക് സർജനായി പേരെടുത്തു റിട്ടയർ ചെയ്തു. അടുത്തയാഴ്ച ആത്മകഥാപ്രകാശനത്തിലെത്തിയിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്. ആക്സിഡന്റ് കഴിഞ്ഞ് മാസങ്ങളോളം ഞാൻ കോമയിൽ കിടന്നിട്ടും നിങ്ങളാരും ഒന്നും എന്നെ കാണാൻ വന്നില്ല. ഈ കൃഷ്ണദാസിനെ കുറിച്ച് വെറുതെ ഒന്ന് തിരക്കിയത് പോലുമില്ല. നീ കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങളും കൂടി അനുഭവിച്ചത്. പിന്നെ ഇയാളാരാ? സേവി, കുറ്റബോധമില്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അപകടകാരികൾ. നീ എത്രയൊക്കെ വളച്ചൊടിച്ചാലും എത്രയൊക്കെ കള്ളം പറഞ്ഞാലും നിയമം നിന്നെ രക്ഷിച്ചെടുത്താലും ഞങ്ങളെ കൊല്ലാതെ കൊന്ന കുറ്റത്തിൽ നിന്ന് കുളിച്ചൂടാനാവില്ല. എടാ അലക്സേ, അന്ന് നീ തന്നെയായിരുന്നു പുണ്യാളൻ, ഇന്ന് നീ തന്നെ അല്ലേ? നിനക്കറിയാലോ, ദൈവം ചിലരെ വളർത്തും, ചിലരെ തളർത്തും. അത് ഓരോരുത്തരുടെ വിധി. ഇന്ന് ഞാൻ ജീവനോടെ നിന്റെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ ന്യായവും ദൈവമൊക്കെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാ. കറക്റ്റാണ് സേവി. ദൈവവും പരദീസയൊക്കെ എന്നേ കൈവിട്ടവരാണ് ഞാനും ഈ മിണ്ടാപ്രാണിയൊക്കെ. പക്ഷേ ചെകുത്താൻ ചിലപ്പോൾ നേരിട്ടിറങ്ങും ഞങ്ങളെ രക്ഷിക്കാൻ. അന്നയാളുടെ കയ്യിൽ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. Whatever it is, be in hell with your devil, Alexander Joseph. Good luck. Good luck. Thank you for saving my life, Osler. നിങ്ങൾ മരിക്കേണ്ട ആളായിരുന്നു ഡോക്ടർ. I am so sorry that you are still alive. But I am so sorry that you are disappointed. എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ എളിയ ഓർമ്മക്കുറിപ്പുകളുടെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ ബെന്യാമിൻ അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും പ്രിയപ്പെട്ട വായനക്കാർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം റിട്ടയർ ആകുന്നത് വരെയുള്ള 32 വർഷത്തെ സേവനകാലത്ത് ആത്മാർത്ഥതയോടെ മാത്രമേ ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ബെന്യാമിൻ സൂചിപ്പിച്ചതുപോലെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് എഴുതാൻ കഴിഞ്ഞത്. ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്വാധീനങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാത്തതിൻ്റെ പേരിൽ ഒരുപാട് ശത്രുക്കളെ സമ്പാദിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിന്? റിട്ടയർ ചെയ്തിട്ട് പോലും കഴിഞ്ഞ ആഴ്ച എന്നെ കൊല്ലാൻ ശ്രമിച്ച വിവരം നിങ്ങളിൽ പലരും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും. അത് നടക്കാതെ തടയാൻ എൻ്റെ പോലീസ് അശോക് സെൽവരാജിന്റെ മരണം കഴിഞ്ഞപ്പോ ഇരകളുടെ മുറിവിന് ചുറ്റും കണ്ട ആ നീലവരയെ പറ്റി തനിക്കൊരു സംശയം തോന്നിയില്ലേ? ആ ഇങ്ക് ഹൈദരാബാദിൽ പരിശോധനയ്ക്ക് അയച്ചതിന്റെ റിസൾട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. വാട്ട്സ് ഇറ്റ്? ഡോ, അതൊരു സാധാരണ ഇങ്കല്ല. ഇറ്റ്സ് മെത്തലിൻ ബ്ലൂ. അതിന്റെ കൂടെ
അഗർ അഗർ എന്ന സബ്സ്റ്റൻസിന്റെ ട്രേസസും ഉണ്ട്. ബാക്ടീരിയ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്. What do you mean? വളരെ റയറും ഡെഡ്ലിയുമായിട്ടുള്ള ഒരു ബാക്ടീരിയം ആ നീല വരയിൽ വളരുന്നുണ്ട്. ഇറ്റ്സ് എ ക്രോമോബാക്ടീരിയം വൈലീഷ്യം വേരിയന്റ്. അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 7 ദിവസമാണ്. അവർക്കിതാ എൻ്റെ കയ്യിൽ ഒരു ചെറു പോറൽ ഏൽപ്പിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ വിരമിക്കൽ മുദ്രകളുടെ കൂട്ടത്തിലെ മറ്റൊരു ബഹുമതിയായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കും. ഈ ബാക്ടീരിയം ശരീരത്തിൽ പ്രവേശിച്ചാൽ 7-ാം ദിവസം മാത്രമേ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങൂ. പിന്നെ ഒന്നുകിൽ മയോകാർഡൈറ്റിസ് വന്ന് സഡൻ കാർഡിയക് അറസ്റ്റ്. ഡോക്ടർ സേവി പുന്നൂസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ വന്ന് പതിയെ മരണത്തിലേക്ക്. Is there any treatment? നോ ഓസ്ലർ, there is no cure or vaccine yet. ഇത് 100% മരണനിരക്കുള്ള ഒരു യുണീക്ക് ബാക്ടീരിയയാണ്. ഒരു തവണ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ശരീരത്തിലെ ഓരോ അവയവങ്ങളെയായി നശിപ്പിക്കും. മരണം സുനിശ്ചിതം. സർപ്പരാജാവായ തക്ഷകനെ പേടിച്ച് മഹാരാജാവ് തടാകത്തിന്റെ നടുവിൽ ഒരു ഗോപുരം പണിത് അതിനകത്തിരിപ്പായി. 7ാമത്തെ ദിവസം സൂര്യാസ്തമയത്തിന് തൊട്ടു മുമ്പ് മഹാരാജാവിനെ കാണാൻ ചില സന്യാസിമാരെത്തി. കഴിഞ്ഞ 7 ദിവസമായി തന്റെ പ്രാണന് വേണ്ടി പ്രാർത്ഥിച്ച സന്യാസിമാരോടുള്ള നന്ദി സൂചകമായി അവർ കൊണ്ടുവന്ന പഴങ്ങളിൽ നിന്നും ഒരെണ്ണം എടുത്ത് മഹാരാജാവ് പൊട്ടിച്ചു. രാജാവിന് അറിയില്ലായിരുന്നു ഒരു കുഞ്ഞിപ്പുഴുവിന്റെ രൂപത്തിൽ തക്ഷകൻ അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നുവെന്ന്. ദൈവവും പർദീസയൊക്കെ എന്നേ കൈവിട്ടവരാണ് ഞാനും ഈ മിണ്ടാപ്രാണിയൊക്കെ. പക്ഷെ ഞങ്ങളെ രക്ഷിക്കാൻ ചിലപ്പോ ചെകുത്താൻ നേരിട്ടിറങ്ങും. അയാളുടെ കയ്യിലുണ്ടാവും ഒരു ഡബിൾസ് ഓൾട്ടർനേറ്റീവ്. ഹലോ ഓസ്ലർ. ഹലോ അലക്സാണ്ടർ. ഹലോ കൃഷ്ണദാസ്. പുസ്തകം എഴുതാനും നിങ്ങളുടെയൊക്കെ ജീവിതം സിനിമയാക്കാനും ഒരുപാട് ഓഫറുകളുണ്ടെന്ന് കേട്ടു. യുദ്ധം അവസാനിക്കുമ്പോൾ ശവങ്ങൾക്ക് വേണ്ടി കഴുകന്മാർ വരുന്നത് സ്വാഭാവികമല്ലേ? താങ്കളുടെ ഒരു ചോദ്യത്തിന് ഞാൻ പകുതി മറുപടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സേവിയുടെ മകൾ അമേരിക്കയിൽ നിന്ന് ലീവിന് തിരിച്ചു വരുന്നതുവരെ എനിക്ക് കാത്തിരിക്കാമായിരുന്നു. ഞാൻ നിർബന്ധിച്ചിരുന്നെങ്കിൽ കൃഷ്ണദാസ് ദേവിക്ക് പകരം മകളെന്നതിൽ സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഞാനിത് ചെയ്തത് താങ്കൾക്ക് വേണ്ടിയാണ്. എല്ലാം ഇട്ടെറിഞ്ഞ് മനമെടുത്ത് തിരിച്ചു പോകുന്നതിന് മുമ്പ് താങ്കളെ അന്വേഷണ ഉദ്യോഗസ്ഥനയക്കട്ടെ. താങ്കളൊരു നല്ല മനുഷ്യനാണ് ഓസ്ലർ. നമ്മൾ കണ്ടുമുട്ടേണ്ടവരായിരുന്നു. We were so destined to meet. നമ്മൾ ഇനിയും കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കും. അല്ലേ?
ബോൺ റെസിഡിയോ ഓസ്ലർ, ബോൺ റെസിഡിയോ. സാർ രാവിലെ വന്ന് എന്നെ കാണാതെ പോയപ്പോഴേക്കും ഞാൻ വിചാരിച്ച് സാർ ഇന്നിനി വരില്ലായിരിക്കും. സാർ നല്ല തിരക്കിലല്ലേ? എന്തായാലും ഡിന്നർ നന്നായിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ കേസിൽ രണ്ടുപേരും ഇന്ന് കണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. എൻ്റെ ഭാര്യയും മോളും അവിടെ. സാറ് ഇത് ചോദിക്കലെടുത്തിയെന്ന് ഞാൻ വിചാരിച്ച. ഞാൻ പറഞ്ഞില്ലേ സാറേ, എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ ഭാര്യയും മോളെയും എവിടെയാണ് കുഴിച്ചിട്ടതെന്നല്ല ഞാൻ ചോദിച്ചത്. അവരിപ്പോൾ എവിടെയാണെന്നാണ് ചോദിച്ചത്. വിനീത്, നിന്റെ കാറിൻ്റെ ഡിക്കിയിൽ നിന്നും അവരുടെ ചോര പുരണ്ട വസ്ത്രങ്ങളും വലിയൊരു കൊടുവാളും കിട്ടി. വാളിലും വസ്ത്രത്തിലും കണ്ട രക്തം DNA ടെസ്റ്റിലൂടെ എൻ്റെ ഭാര്യയുടെയും മോളുടെയുമാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ആ ഷോക്കിൽ എല്ലാവരും വിട്ടുപോയ കേരള പോലീസിന് ഇന്നേ വരെ പരീക്ഷിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒന്നുണ്ടായിരുന്നു. ബോൺ റെസിഡ്യൂ. എല്ലിൻ്റെ ചെറിയ ചെറിയ തരികൾ. എല്ല് വെട്ടാൻ കത്തി ഉപയോഗിച്ച ശേഷം അതെത്ര കഴുകിയാലും, ഈവൻ കെമിക്കൽ വാഷ് ചെയ്താൽ പോലും ബോൺ റെസിഡ്യൂ പോകില്ല. നീ എൻ്റെ കുടുംബത്തെ വെട്ടിനുറുക്കാൻ ഉപയോഗിച്ച കത്തിയിൽ ബോൺ റെസിഡ്യൂവിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ക്രോസ് ചെക്ക് ചെയ്തു വിനീത്. ദാറ്റ് മീൻസ് എൻ്റെ ഭാര്യയും മോളും വെട്ടിനുറുക്കപ്പെട്ടിട്ടില്ല. സോ നീ എന്തായാലും അത് ചെയ്തിട്ടില്ല വിനീത്. പക്ഷേ അവരെ ആരെന്ത് ചെയ്തു എന്നുള്ളത് നിനക്കറിയാം. പറയേ, ആരാണിതിൻ്റെ പിറകില്? പറയടാ. ഫൈനലി യു ഫൗണ്ട് ഇറ്റ് മാൻ. എത്ര കാലമായെന്നറിയോ ഞാൻ ഇതിനെ കാത്തിരിക്കുന്ന. നീ വല്ല ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ? മിടുക്കണ്ണെ കണ്ടുപിടിക്കേ. ലെറ്റ്സ് സീ വാട്ട് യു മേഡ് ഓഫ്, ഓസ്ല.